നമ്മുടെ വീക്ക്ലി ടാസ്കിന്റെ മൂന്നാമത്തെ റൗണ്ടും സംഭവിച്ചു. അതും റദ്ദാക്കപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ബ്ലാക്ക് ബോൾ കിട്ടിയത് ആര്യന്റെ കയ്യിലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ആ ഒരു ഗെയിമിനെ കുറിച്ചോ ടാസ്കിനെ കുറിച്ചോ അല്ല. ടാസ്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടാസ്കിൽ ഇപ്പൊ മൂന്നാമത്തെ റൗണ്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്തിരിക്കുന്നത് അക്ബറാണ്. തൊട്ട് താഴെയായിട്ട് ആര്യൻ, മൂന്നാമതായിട്ട് അനീഷ് ആയിരുന്നു. അപ്പം അനീഷ് തൊട്ട് മുമ്പ് രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോൾ ഷാനവാസിന് ബ്ലാക്ക് ബോൾ കിട്ടിയിരുന്നു. അനീഷും അവിടെ ആ പറയുന്ന ആദ്യത്തെ 3 പേരിൽ അനീഷ് ഉണ്ടായിരുന്നു. അനീഷ് കണ്ടിന്യൂസ്ലി ഷാനവാസിനോട് പറഞ്ഞു ഇത് റദ്ദാക്കരുത്, ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക എന്ന് കിടന്ന് ബഹളം വെച്ചു. നോർമലി ഒരു സുഹൃത്തിനോട് മാന്യമായിട്ട് എടാ അങ്ങനെ ചെയ്യല്ലേടാ എന്ന് പറയുന്നതല്ലാതെ അനീഷ് ഒരുമാതിരി ഷാനവാസിനെ ഭരിക്കും പോലെ, ഷാനവാസിന്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ കയറി സംസാരിക്കുന്നത് പോലെയാണ് അനീഷ് സംസാരിച്ചത്. പക്ഷേ മൂന്നാമത്തെ റൗണ്ട് വന്നപ്പോഴത്തേക്കും ആര്യന് ബ്ലാക്ക് ബോൾ കിട്ടി. ആരും ചോദ്യം ചെയ്യാനില്ല. ആര്യൻ അവിടെ കൂളായിട്ടിരുന്നു. എന്നിട്ട് അക്ബർ പറയുന്നുണ്ട്, എടാ നമുക്ക് രണ്ടുപേരും ആടാ അന്നേരം ഫൈറ്റ് വരുന്നത്, നമുക്ക് ഗെയിം റദ്ദാക്കണ്ടടാ, ബാക്കി എല്ലാവരും നല്ല താഴെയാടാ. ഇത് കേട്ടോണ്ടിരിക്കുന്ന അനീഷ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെ വരും, ഞാൻ 49 എങ്ങനെ കൗണ്ട് പറയുന്നുണ്ട്, പോയിന്റ് പറയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് 3 പേർക്ക് മത്സരിക്കാം ഇനി എന്ന് അക്ബർ പറയുന്നുണ്ട്. പക്ഷെ കറുത്ത ബോൾ കയ്യിലിരിക്കുന്ന ആര്യൻ അവസാനം ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ഗെയിം റദ്ദാക്കി. ഇതാണ് ടാസ്ക്. എന്നാൽ ഇതിനൊക്കെ ശേഷം അക്ബറും ആര്യനും കൂടെ ആ ഊഞ്ഞാലിലിരുന്ന് രണ്ടുപേരും ഭയങ്കരമായിട്ടും ഡിസ്കസ് ചെയ്യാണ്. വളരെ ഫണ്ണായിട്ട്, വളരെ കൂളായിട്ട്, രണ്ടുപേരും ഒരു ഫ്രണ്ട്ലി ആയിട്ട്. അയ്യടാ നീ എന്നാലും അങ്ങനെ കാണിച്ചല്ലോടാ എന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അയ്യടാ മോനെ, ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ടാസ്ക് ഇല്ലെന്ന് പറയുകയാണെങ്കിലോ, അപ്പൊ പിന്നെ നീ അങ്ങ് ജയിക്കത്തില്ലേടാ, അങ്ങനെ ഇപ്പൊ വേണ്ട, നീ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ജോളി ആയിട്ടാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ പെരുമാറ്റമാണ് ശരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അനീഷ് വലിയ സുഹൃത്താണെന്ന് പറഞ്ഞ് ലാലേട്ടന്റെ മുന്നിൽ ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഷാനവാസും അനീഷും ആ നടത്തിയ സംഭാഷണത്തിന് ശേഷം എല്ലാവരും സംസാരിക്കുന്നുണ്ട്. എസ്പെഷ്യലി ലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട്, അനീഷെ അത് ഷാനവാസിന്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ ഷാനവാസും വന്ന് പറയുന്നുണ്ട്, നിനക്കത് പറയാം, പക്ഷേ എനിക്ക് എങ്ങനെ നോക്കിയാലും എനിക്ക് ഈ ഒരു ഗെയിമിൽ റദ്ദാക്കാതിരിക്കുന്നത് കൊണ്ട് ഒരു നേട്ടവും ഇല്ലല്ലോ എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷെ അന്നേരം അനീഷ് പറയുന്നത് എന്തെന്നറിയോ, അത് അനീഷ് ഇവിടെ എല്ലാവരും റദ്ദാക്ക് എന്ന് പറഞ്ഞതുപോലെ റദ്ദാക്കണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടല്ലോ, താൻ ആ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് പറഞ്ഞത്, അതിനെന്തിനാണ് ഇങ്ങനെ സംസാരിക്കണേന്ന്. തെറ്റ് അനീഷ് സംസാരിക്കുന്ന രീതിക്കാണ് കുഴപ്പം. ഓരോ കാര്യങ്ങൾ ഒരാളോട് പറയുന്ന രീതിക്കനുസരിച്ച് നമുക്ക് അതിനകത്ത് നേട്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കാണാം. അതൊരിക്കലും അഭിനയമല്ല, ഒരാൾക്ക് ഇന്നേറ്റ് ആയിട്ട് സ്വന്തമായിട്ട് കിട്ടുന്ന ഒരു രീതിയാണ്. അതിനെയാണ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരാളുടെ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. അനീഷിന്റെ ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്ക് മോശമായിട്ട് തോന്നിയത്. വളരെ മോശമാണ്. കാരണം ഒരിക്കലും ഒരാളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്, ചൊറിഞ്ഞിരിക്കരുത്. ഓരോ വ്യക്തികളുടെയും മാനസികാവസ്ഥ ഓരോ സമയത്ത് ഓരോന്നായിരിക്കും. ഇപ്പൊ നമ്മുടെ സ്വന്തം പേരൻസ് തന്നെ നമ്മളിപ്പോൾ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ വന്നിട്ട് നീ ഇവിടത്ത് വെച്ചെന്തിനാ, നീ ഇതെടുക്കാത്തത് എന്താ, നീ ഇത് തൂക്കാത്തത് എന്താ, വാരാത്തത് എന്താ, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മളുടെ മെന്റാലിറ്റി വേറൊരിടത്താണെങ്കിൽ നമുക്ക് ആ പേരൻസ് ആണെങ്കിൽ കൂടി ദേഷ്യം വരത്തില്ലേ? അപ്പോഴാണോ ബിഗ് ബോസ് ഹൗസിൽ ഇതേ കണക്കൊരു മനുഷ്യൻ, അയ്യോ അതൊരു അപാര മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ഏതായാലും ശരി, ആര്യൻ, അക്ബർ ഇവർ രണ്ടുപേരും ഈ സീസണിലെ ഏറ്റവും നല്ല ഗെയിമേഴ്സ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു പേഴ്സണാലിറ്റിയും ഒക്കെ രണ്ടുപേർക്കും ഉണ്ട്. അതുപോലെ തന്നെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങേയറ്റം മോശമാണെന്നല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ റിയൽ പേഴ്സണാലിറ്റി ഇതാണ് എങ്കിൽ ബിഗ് ബോസ് സീസണിൽ നിന്ന് പുറത്തു പോകുമ്പോഴത്തേക്കും അനീഷിന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തി തന്നെ എത്രത്തോളം സഹിക്കേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കട്ടെ അല്ലേ. അപ്പോൾ ഏതായാലും ശരി, സീരിയൽ ഡ്രാമ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.